ഇംഗ്ലീഷിൻ്റെ സേ എക്സാം എഴുതുന്ന സമയത്ത് ഗ്രാമറിൽ നമ്മളോട് എന്തൊക്കെ ചോദിക്കുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് നമുക്ക് മിസ്സാക്കാൻ വേണ്ടി പറ്റൂല. പറഞ്ഞുതരാം. 48 മാർക്ക് നമുക്ക് +1-ലും +2-ലും എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് പാസ്സാവും. പക്ഷേ പാസ്സാവും എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഈ എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ 3 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാം. ഒന്നാമത്തത്, ഒരു എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാപ്റ്ററിലെ ഏറ്റവും ആറ്റിക്കുറുക്കി എടുത്തുള്ള പോയിന്റ്സ് ഉൾക്കൊള്ളിച്ച ഒരു ചാപ്റ്ററിന്റെ സമ്മറി ഒന്നാമതായിട്ട് വേണം. 2, ഗ്രാമറാണ്. ഗ്രാമറിൽ നിന്ന് നമുക്കൊരു 8 മുതൽ 12 മാർക്കിന് വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മൂന്നാമതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഡിസ്കോസുകളാണ്. ഈ ഡിസ്കോസുകൾ എന്ന് പറയുന്നത് ലെറ്റർ, ഡയറി, സെമിനാർ റിപ്പോർട്ട്, ബ്ലർബ് റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നതാണ് ഡിസ്കോസുകൾ എന്ന് പറയുന്നത്. അതും ഏകദേശം ഒരു 10-20 നമുക്ക് പഠിച്ചു വെക്കണം. ഇനി ഗ്രാമറിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാൻ പറ്റുന്ന അത്രയും ഗ്രാമർ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ ഈ 12 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 12ഓളം ഗ്രാമർ ടോപ്പിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് റിപ്പോർട്ടിംഗ് സ്പീച്ച്, എഡിറ്റിംഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഫ്രേസൽ വെർബ്, ഓക്സിലറി വെർബ്, preposition, tenses, adjectives, if clause, had better, cohesive device, suggestions or advice. പറഞ്ഞ് എനിക്ക് തന്നെ ശ്വാസം കിട്ടുന്നു. അതായത് ഏകദേശം 12ഓളം ഗ്രാമർ ടോപ്പിക്സും അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ റൂൾസ് ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ 12 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട്, ഈ പരിമിതമായ സമയം കൊണ്ട് ഇത് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കോംപ്രഹെൻസീവ്ലി സേ എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ കയ്യിൽ വേണം. അതിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ മുന്നേ ആയിട്ട് 2025 മാർച്ചിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഗ്രാമർ ടോപ്പിക്കുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒന്ന്, നമ്മളോട് റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, എഡിറ്റിംഗിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ എഡിറ്റിംഗിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഓക്സിലറി വെർബിനെയും പ്രപ്പോസിഷൻസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് സജഷൻസ്, അഡ്വൈസ് കൊടുക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു ചോദ്യം വന്നിരുന്നു. സോ ഏകദേശം ഒരു 5ഓളം ഗ്രാമർ ടോപ്പിക്സ് ആണ് നമ്മളോട് 2025 മാർച്ച് ഈ കഴിഞ്ഞ എക്സാമിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു മോഡൽ മാത്രം ഞാൻ കാണിച്ചു തരാം. നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു നിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കടുപ്പം എത്രത്തോളാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ എത്രത്തോളം നിയമങ്ങൾ വരുന്നുണ്ട്, എത്രത്തോളം റൂൾസ് അപ്ലൈഡ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. അജിത്ത് ചോദിക്കുകയാണ്, വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ്. നമിത അതിന് കൊടുക്കുന്ന റിപ്ലൈ, നോ ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ എന്നുള്ളതാണ് നമിത് പറയുന്ന റിപ്ലൈയും അതിന് പിന്നീട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും. ഇത് നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2025 മാർച്ചിൽ. ഓൾറെഡി എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഈ റിപ്പോർട്ടിംഗ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. ഒന്ന്, WH ക്വസ്റ്റ്യൻസിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. 2, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് അതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ മാത്രമാണ്, നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ കാണിച്ചു തരാം. ഇവിടെ വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ് എന്നുള്ള അജിത്തിൻ്റെ ചോദ്യത്തിനെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ WH ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അജിത് ആസ്ക്ഡ് വൈ. ഇനി യു എന്ന് പറയുന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ താഴത്തേക്ക് എഴുതേണ്ടത്. അത് താഴേക്ക് വരുമ്പോൾ ഷീ ആയിട്ട് മാറും. വൈ ഷീ was saying whatever comes എന്നുള്ളത് എന്തായിട്ട് മാറും? came എന്നുള്ളതായിട്ട് മാറും. came to her mouth. ആൻഡ് വേറൊരു ചോദ്യം കൂടെ ഉണ്ടല്ലോ, ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ് എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കോമ കൊടുക്കുക. സോറി, ഇവിടെ അല്ല. ഓക്കെ. and asked if people didn't forget. ഓക്കെ, ഇതൊരു മോഡൽ മാത്രമാണ്. ഈ മോഡലിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ മാറി എന്നുള്ളത്. ഈ യു എന്ന് പറയുന്ന സാധനം താഴേക്ക് വന്നപ്പോൾ ഷീ ആയിട്ട് മാറി. ആർ എന്നുള്ളത് എന്തായിട്ട് മാറി? വാസ് എന്നുള്ളതായിട്ട് മാറി. കംസ് എന്നുള്ളത് എന്തായിട്ട് മാറി? കെയിം എന്നുള്ളതായിട്ട് മാറി. യോർ എന്നുള്ളത് എന്തായിട്ട് മാറി? ഹെർ എന്നുള്ളതായിട്ട് മാറി. ആൻഡ്
ഡിഡൻറ്റ് എന്നുള്ളത് ഡോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറി, ഡിഡൻറ്റ് എന്നുള്ളതായിട്ട് മാറി, ഒരു ഇഫ് എക്സ്ട്രാ ആയിട്ട് വന്നതാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാക്കുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, വേർഡ്സിന് മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കേണ്ടത്, റിപ്പോർട്ടഡ് സ്പീച്ചിൽ പഠിക്കേണ്ടത്. 3 ടൈപ്പാണ്. ആ 3 ടൈപ്പിൽ വാക്കുകൾക്ക് എന്ത് മാറ്റം വരും, സ്ട്രക്ചറുകൾക്ക് എന്ത് മാറ്റം വരും. ഇതുപോലെയാണ് എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനും. എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും നമ്മളിവിടെ ഒരുപാട് ഗ്രാമർ റൂൾസ് അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു ചോദ്യം നോക്കിക്കോ. എഡിറ്റ് ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. ദി അമിഗോ ബ്രദേഴ്സ് വാസ് നോട്ട് അഷെയിംഡ് ഓഫ് ഹഗ് ഈച്ച് അതർ ടൈറ്റ്ലി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്താ, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വാസ് എന്ന് പോരാ, ഇവിടെ എന്ത് വരണം, ഇവിടെ വേർ എന്ന് വരണം. അതുപോലെ അഷെയിംഡ് ഓഫ് ഹഗ്ഗിങ് അല്ല, അഷെയിംഡ് ടു ഹഗ് എന്നാണ് വരേണ്ടത്, ടു ഹഗ് എന്നാണ് വരേണ്ടത്. ഇവിടെ വേർ എന്ന് പറയുന്നത് ഏത് ഗ്രാമർ ടോപ്പിക്കായിട്ട് വരും, ഇത് ഓക്സിലറി വേർബിലാണ് വരുന്നത്, അതുപോലെ തന്നെ ഇത് പ്രപ്പോസിഷനിലാണ് വരുന്നത്, പ്രപ്പോസിഷൻ. ഓക്കെ, സോ പ്രപ്പോസിഷൻ്റെയും ഓക്സിലറി വേർബിൻ്റെയും എഡിറ്റിങ്ങിലുള്ള മറ്റുള്ള ഗ്രാമർ റൂൾസും റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഗ്രാമർ റൂൾസും ഒക്കെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിലേ ഈ 12 മാർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഇത്രയും ഗ്രാമർ ടോപ്പിക്സും 12ഓളം ഗ്രാമർ ടോപ്പിക്കും ബാക്കി വരുന്ന ഡിസ്കോസുകൾ ഏകദേശം ഒരു 20ഓളം ഡിസ്കോസുകളും ചാപ്റ്റർ സമ്മറിയും ആറ്റിക്കുറുക്കി എടുത്തുള്ള ചാപ്റ്റർ സമ്മറിയും വളരെ പരിമിതമായിട്ടുള്ള ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, മോർ ദാൻ ദാറ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ സേ എക്സാമിന് അല്ലെങ്കിൽ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് സേ ടു സക്സസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ബാച്ച് 1 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാച്ച് 2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ജൂൺ 9 നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ബാച്ച് 1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നതിനെ തുടർന്നാണ് നമ്മൾ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നിങ്ങളുടെ സ്ട്രീം ഇൻ കേസ് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സബ്ജക്റ്റുകൾ എടുത്താലും, അത് ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അതിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും. ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും നിങ്ങളെ ഈ ഒരു എക്സാമിൻ്റെ തലേ ദിവസം വരെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ഒരു പേഴ്സണൽ മെൻറ്റർ കൂടെ ഉണ്ടാവും. അതുപോലെ എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചിട്ടും നമ്മുടെ ആപ്പിൽ ഓൾറെഡി 1 ഷോട്ട് സീരീസുകളുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. 2499 ആണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ എക്സാം എഴുതിയിട്ട് തന്നെയാണ് നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ തലേ ദിവസം വരെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് ഇപ്പോൾ വരുന്നത് 999 ആണ്. 999 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത്. ഞാൻ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി സുഹേൽ സാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ചാനലിൽ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. സോ നമുക്ക് സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ബൈ, താങ്ക് യു.